ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയ ഐലൻഡിലാണുള്ളത്. അവിടെ നിന്ന് നമ്മൾ ഫിഷിങ്ങിന് പോവാണ്. അപ്പോൾ നേരത്തെ പോലെ നമ്മൾ ചൂണ്ടയൊന്നും എടുത്തിട്ടുള്ള പരിപാടിയല്ല. നമ്മളിന്ന് രണ്ട് പരിപാടിയുണ്ട്. ഒന്ന് ഒക്ടോപ്പസ് ഹണ്ടിങ് ഉണ്ട്. അതായത് ഇവർക്കറിയാം അതിങ്ങനെ റീഫിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഒക്ടോപ്പസ് ഉണ്ടാവും, നീരാളികളുണ്ടാവും. അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ചൂണ്ട ഇട്ടിട്ടല്ലാണ്ട് ഈ ചെറിയ മീനുകളില്ലേ, നത്തോലി, അതിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലയിട്ടിട്ട് തന്നെ പിടിക്കണം. അപ്പോൾ അതിങ്ങനെ ഒരു കൂട്ടമായിട്ട് കുറേ ഇപ്പോൾ ഇതിൽ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്താ പറയുക, ഇതിലധികം കാണിച്ചിട്ടില്ല. പക്ഷേ എന്നാലും ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇങ്ങനെ എന്നാ പറയാൻ എനിക്കറിയില്ല, അങ്ങനെ ഒരു ലോഡ് എന്നൊക്കെ പറയില്ല, അതുപോലെ പോകും. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കും, ഈശ്വര ഒരു തോർത്തെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് പിടിക്കാമായിരുന്നല്ലോ എന്ന്. അപ്പോൾ ഇപ്പോൾ ഇവർ വലയം കൊണ്ടാണ് വന്നേക്കുന്നത്. പക്ഷേ ഈ ഭാഗത്ത് ഞങ്ങൾ ഇപ്രാവശ്യം വന്നപ്പം അധികം അങ്ങ് കാണാനില്ല, എന്നാലും ഉണ്ട്. എന്നാലും ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, എന്നാലും കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് വലയിട്ടിട്ട് അതിനെ പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒക്ടോപ്പസിന് പക്ഷേ ഇത്തവണ കിട്ടിയില്ല. ഒക്ടോപ്പസിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വേറെ റീഫുള്ള ഭാഗത്ത് പോകണം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ കുഞ്ഞു മീനെ മാത്രം പിടിച്ചിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ വലയിട്ട് കൊടുക്കുകയാണ് അവർക്ക്, വലയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം കുറേ ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ചുമ്മാ കടലിൽ നിൽക്കുമ്പോൾ ഇതുങ്ങളിങ്ങനെ പോകുന്ന കാണും. നമ്മൾ ഒരു ഷാള് കിട്ടിയാലും മതി, അതുപോലെ ഇങ്ങനെ കയറും. അത്രയ്ക്കും ഒരു ഭാഗം ഫുള്ളായിട്ട് ഈ മീൻ കൂട്ടത്തോടെയല്ലേ പോവുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെള്ളം കാണാത്ത പോലെ ഇങ്ങനെ മീൻ മാത്രമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. പക്ഷേ സാധാരണ രീതിയിൽ അങ്ങനെ പോയിപ്പോൾ ഇതിൻ്റെ സീസൺ ആണെന്നാണ് ഇവർ പറഞ്ഞത്. ഇത് ഇഷ്ടം പോലെ കിട്ടും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവർക്ക് ഇതിനോട് എന്താ പറയുക, ഇവർക്ക് വലിയ മീനുകളും കിട്ടാനുണ്ട്. ഇവരിടയ്ക്ക് ഇങ്ങനെ പിടിക്കാൻ പോകാറുള്ളൂ. ഇതിൻ്റെ ഇവിടുത്തെ പേര് റഹി എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് പിടിക്കാൻ പോകൽ ഇവർ കുറവാണ്. അപ്പോൾ ഇന്ന് വലയൊക്കെ ആയിട്ട് ഈ ഒരു കഴിഞ്ഞ ആഴ്ചയും ഇതുപോലെ തന്നെ ഫിഷിങ്ങിന് എല്ലാവരും കൂടി പോയതായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഞാൻ ആ ഹണിമാതുലൊക്കെ പോയ ടൈപ്പ് അങ്ങനെയുള്ള ചൂണ്ടയിട്ടിട്ടുള്ള മീൻ പിടുത്തമായിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഇവർക്കൊരു ഫണ്ണിന് വേണ്ടി ഇവർക്ക് ഇങ്ങനെ പോകാമല്ലോ. ഇത് കടലും ഉണ്ട്, ഇഷ്ടംപോലെ മീനും ഉള്ളപ്പോൾ ഇവർക്ക് എന്ത് ആവാമല്ലോ എന്നൊക്കെ. അപ്പം ശരിക്കും ഒരു ഫണ്ണാണ് കേട്ടോ ഇത് കണ്ടില്ലേ. ഇതിപ്പം ശരിക്കും ഇത് കണ്ടില്ലേ, ഈ വലയുടെ സൈസിൽ ഫുള്ള് മീനെ നമുക്ക് കിട്ടേണ്ടതാണ്. ഇന്ന് എന്താ സംഭവം എന്നറിയില്ല, എന്നാലും ഒരു ലോഡ് മീനെ കിട്ടിയെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ ഗൈസ്. രണ്ടാമത്തെ ട്രിപ്പ് വലയിട്ട് കിട്ടിയതാണ് കേട്ടോ. ഇവർ ഈ ബോട്ടിൽ തന്നെ നമുക്ക് ഈ മീൻ ഇടാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ചിട്ട് അതെന്താ സംഭവം എന്ന് എനിക്കും അറിയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ വെള്ളത്തിലിട്ടത്, ഇത് കുറച്ചും കൂടി വലുതാവാനുണ്ടോ, ഇനി ഇതിനെ വളർത്തിയിട്ട് തിന്നാനാണോ എന്നൊക്കെ. അങ്ങനെയല്ല, വെള്ളത്തിലേക്ക് ഇട്ടതാണ് അവർ. അപ്പം ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഹണിമാതുന്ന് അവിടെ നിന്ന് പോയിട്ടുള്ള ഫിഷിംഗ് വ്ളോഗൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ വലയിട്ട് പിടിക്കുന്ന ഇത് കാണുമ്പോൾ ഞാൻ വിചാരിക്കലുണ്ട് ഒരു വല കിട്ടിയായിരുന്നെങ്കിൽ എന്നൊക്കെ. അപ്പോൾ വലയിട്ട് പിടിക്കുന്ന വീഡിയോ ഇട്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ ദിസ് ഈസ് മൈ അഞ്ജു സഖി സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.